നീ 4 ആൾ അറിയെ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ട്, ഐശ്വര്യ. അത് നീ മറക്കരുത്. അപ്പോൾ ഞാൻ ദൈവത്തെ സാക്ഷി നിർത്തി ആദ്യം താലി കെട്ടിയ എന്റെ അഭിയോ? അവളെ ഞാൻ എന്ത് ചെയ്യും? അമ്മയും മോനും അതിന് മറുപടി പറയേ. എന്താ നിങ്ങൾ ഈ പറഞ്ഞ ഒരു പെണ്ണല്ലേ എന്റെ അഭി? എന്തേ അമ്മയുടെ മോന്റെ നാവിറങ്ങിപ്പോയോ? നിങ്ങൾ രണ്ടാളും കൂടി ചതിയിലൂടെ എന്റെ അഭിയെ എന്നിൽ നിന്ന് അകറ്റി. ഇപ്പോ ഭാഗ്യത്തിന് അവളെ ഞാൻ വീണ്ടും കണ്ടു. ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്ന എന്റെ അഭിയെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പറയേ. നീ കെട്ടിയ താലി ഐശ്വര്യയുടെ കഴുത്തിലുള്ളത്. അതിനു മുമ്പ് ഞാൻ താലി കെട്ടിയത് എന്റെ അഭിയുടെ കഴുത്തിലാണ്. ആ താലി ഇപ്പോഴും അഭിയുടെ കഴുത്തിലുണ്ട്. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ അഭിയെ ഞാൻ ഉപേക്ഷിക്കണോ? ആലോചിക്കേ. രണ്ടാളും കൂടി നന്നായിട്ട് തന്നെ ആലോചിക്കേ. എന്നിട്ട് അതിനൊരു ഉചിതമായ ഉത്തരം കിട്ടുമ്പോൾ എന്നെ വിളിക്കേ. അരുൺ, നീ എന്നെ ചതിച്ചല്ലേ? ഞാൻ എന്റെ ജീവിതം എറിഞ്ഞൊടുക്കുന്നത് എന്തിനാ? തകർക്കേണ്ടത് അവളെയല്ലേ, ആ അശ്വതിയെ. അശ്വതി അവളാ തകരേണ്ടത്. അവളും മോളും ഇനി അധികകാലം വാഴില്ല. ഞാൻ വാഴിക്കില്ല. അശ്വതി ശ്രീകുട്ടി അരുണ് വെറും ദുസ്വപ്നമായി തീരും. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു.